ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന്റെ രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക. വരുന്ന ബുധനാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ മത്സരം നടക്കുക. ഒരു തീപ്പാറും പോരാട്ടം നടക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്കലോണിയുടെ അർജന്റീനയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല. പറയാൻ കാരണം ഇതുവരെ ഒരൊറ്റ തവണ പോലും സ്കലോണിയുടെ അർജന്റീന യൂറോപ്യൻ ടീമിനോട് പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. തോൽക്കാത്ത സ്കലോണിയെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന് തോൽപ്പിക്കേണ്ടി വരിക. അതായത് ഇതുവരെ സ്കലോണി പരിശീലകനായതിനു ശേഷം 10 മത്സരങ്ങളാണ് യൂറോപ്യൻ ടീമുകൾക്കെതിരെ അർജന്റീന കളിച്ചിട്ടുള്ളത്. അതിൽ 7 മത്സരങ്ങളിലും വിജയിക്കാൻ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട്. 3 മത്സരങ്ങളിൽ സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും ആ കണക്കുകൾ വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. 2019 ജർമ്മനിക്കെതിരെ ഒരു മത്സരം കളിച്ചു. അന്ന് 2-2 സമനില വഴങ്ങി. പിന്നീട് 2022 ഇറ്റലിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകളുടെ ഒരു വിജയം അർജന്റീന സ്വന്തമാക്കി. നമുക്കറിയാം, ഫൈനലിസിമ മത്സരമായിരുന്നു. പിന്നീട് 2022 എസ്റ്റോണിയയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. പിന്നീട് വേൾഡ് കപ്പിൽ പോളണ്ടിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. പിന്നീട് നെതർലൻഡ്സിനോട് 2-2 സമനില വഴങ്ങി. അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 വിജയം നേടി. പിന്നീട് ക്രൊയേഷ്യയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഖത്തർ വേൾഡ് കപ്പിൽ തോൽപ്പിച്ചു. പിന്നീട് ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനോട് 3-3 സമനില വഴങ്ങി. പക്ഷേ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 പരാജയപ്പെടുത്തി. പിന്നീട് 2026 ഐസ്ലാൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഈ വേൾഡ് കപ്പിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. അതിനുശേഷം സ്വിറ്റ്സർലൻഡിനെ ഇപ്പോൾ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. അതായത് യൂറോപ്യൻ ടീമിനോട് ഒരൊറ്റ തവണ പോലും സ്കലോണിയുടെ അർജന്റീന പരാജയപ്പെട്ടിട്ടില്ല എന്ന ഒരു വലിയ കണക്ക് ഇവിടെയുണ്ട്. അതിനെയാണ് ഇംഗ്ലണ്ടിന് മറികടക്കേണ്ടത്. സ്കലോണിയുടെ അർജന്റീനയെ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ യൂറോപ്യൻ ടീമായി മാറുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.